നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ വരുന്ന ഫസ്റ്റ് ഇയർ ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു പ്രീ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ്. 2020 ചോദിച്ച അതേ പാറ്റേണുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മാക്സിമം മാർക്ക് 60, ആകെയുള്ള സമയം 2 മണിക്കൂർ, കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്. ഇതിൽ 3 ഭാഗങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8 ഈച്ച് ക്യാരീസ് 3 സ്കോർ. അതായത് ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതണം, 3 മാർക്ക് വീതം, അത് 18 മാർക്ക്. രണ്ടാമത്തെ സെക്ഷനിൽ ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 16, 9 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതണം, 4 മാർക്ക് വീതം. ലാസ്റ്റ് സെക്ഷനിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 17 to 20, ഏതെങ്കിലും 3 ചോദ്യങ്ങൾ എഴുതണം, 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ 6 മാർക്ക് വീതം. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ 3 ഭാഗങ്ങളാണ്. റൈറ്റ് ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് ദി സെറ്റ് എ ബി സി. എ ബി സി എന്നീ 3 എലമെൻറ്റ്സ് തന്നിട്ട് ഇതിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 2n ആണ് ആൻസർ. അതായത് 2 ഇവിടെ 3 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് 2 ആൻസർ 8 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് ശരി. അടുത്ത റൈറ്റ് ദ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ -3 0 ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത് ഈ രീതിയിലാണ്. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -3. ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വേണം. അടുത്ത ചോദ്യത്തിൽ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3 5 6. എ മൈനസ് ബി കണ്ടുപിടിക്കാനാണ്. എ മൈനസ് ബി എന്നത് എയിൽ നിന്ന് ബിയിൽ ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം. അപ്പോൾ എയിലുള്ളതാണ് ആൻസർ എഴുതേണ്ടത്. 1 2 4 3 ഇവിടെ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അതിനെ ഒഴിവാക്കി. ആൻസർ സെറ്റ് 1 2 4. രണ്ടാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നതാണ്. ഇൻ എ കമ്മിറ്റി 50 people can speak French, 20 people can speak Spanish and 10 speak both Spanish and French. How many speak at least one of these 2 languages? 3 മാർക്കിൻ്റെ ചോദ്യം. ആകെയുള്ളതിൽ 50 പേർ ഫ്രഞ്ച് സംസാരിക്കും. N of F is equal to 50. സ്പാനിഷ് സംസാരിക്കുന്നത് 20 പേർ. N of S is equal to 20. 10 speak both Spanish and French. അപ്പോൾ N of F intersection S 10. കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി സ്പീക്ക് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദീസ് 2 ലാംഗ്വേജസ്. ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സംസാരിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ യൂണിയൻ ആണ് കാണേണ്ടത്. N of F യൂണിയൻ S is equal to N of F plus N of S minus N of F intersection S. ആൻസർ 50 + 20 - 10. ഇത് കൂട്ടുമ്പോൾ 70 - 10 60 എന്ന് കിട്ടും ആൻസർ. അടുത്ത ചോദ്യത്തിൽ 2 ഭാഗങ്ങളാണ്. ആദ്യത്തേന് 1 മാർക്കും രണ്ടാമത്തേന് 2 മാർക്കും. ആദ്യത്തെ ചോദ്യം നോക്കുക. If ordered pair x/3 + 1, y - 2/3 equal to 5/3, 1/3, find the value of x and y. ഇവിടെ 2 ഓർഡേഡ് പെയർസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ആദ്യമുള്ളത്, അതായത് x/3 + 1 എന്നത് 5/3ക്ക് ഈക്വൽ. അപ്പോൾ x/3 is equal to 5/3 - 1. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 - 3 2/3 എന്ന് കിട്ടും x/3. ഇവിടുന്ന് 3 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ x is equal to 2 എന്ന് കിട്ടും. അതുപോലെ y - 2/3 is equal to 1/3. അവിടുന്ന് y is equal to 1/3 + 2/3. ആൻസർ 3/3 1 എന്ന് കിട്ടും y. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിൽ a is equal to സെറ്റ് -1 1 എന്ന് കൊടുത്തിരിക്കുന്നു. ഫൈൻഡ് a ക്രോസ് a ക്രോസ് a. a എന്നത് -1 1. a ക്രോസ് a കാണാനുള്ള എളുപ്പവഴി നോക്കുക. -1 1 എഴുതി, ഈ -1 തന്നെ വീണ്ടും -1 1, പിന്നെയുള്ള ഈ -1നും -1 1. അതുപോലെ എല്ലാ എലമെൻസിനും എഴുതിയിരിക്കുന്നു. അതായത് -1 അതിന് -1 1, 1നും -1 1, ഈ ഉള്ള -1നും -1 1, 1ന് -1 1, -1ന് 1 1, 1നും -1 1. എന്നിട്ട് ഈ -1ലോട്ട് വരാനുള്ള റൂട്ട് നോക്കുക. -1 -1 -1 അതാണ് ആദ്യത്തെ എലമെൻറ്റ്. അടുത്തത് ഈ 1ലേക്ക് എത്താൻ -1 -1 1. അടുത്തത് ഈ -1ലേക്ക് എത്താൻ -1 1 -1 1 -1 ലാസ്റ്റ് 1 1 1. ഇങ്ങനെയാണ് a ക്രോസ് a എഴുതുന്നത്. നാലാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് sin x is equal to 3/5, x lies in second quadrant, find the values of other 5 trigonometric functions. ഇത് 3 മാർക്കിൻ്റെ ചോദ്യം.
ഇങ്ങനെ ഏതൊരു ചോദ്യം വന്നാലും ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ച് എക്സ് എന്നിവിടെ മാർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണിത്. നമുക്ക് തന്നിരിക്കുന്നത് സൈൻ എക്സ് ആണ്. സൈൻ എന്നാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് 3 എന്നും ഹൈപ്പോട്ടന്യൂസിന് 5 എന്നും കൊടുക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എ ബി എന്ന സൈഡ് കാണാം. എ ബി √5² - 3², അതായത് √16 4 എന്ന് കിട്ടും ഈ സൈഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മറ്റുള്ള 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. അതായത് കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. കോസ് എന്നാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ എന്നാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതിൻ്റെ എല്ലാം റെസിപ്രോക്കലാണ് കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് 4, ഹൈപ്പോട്ടന്യൂസ് 5, 4/5 ആണ് കോസ് എക്സ്. ടാൻ എക്സ് എന്നാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് സൈഡ് 3, അഡ്ജസൻറ്റ് സൈഡ് 4, അപ്പോൾ 3/4. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കൊസീക്ക്, അതായത് 3/5 എന്നത് തിരിച്ചിടുമ്പോൾ 5/3, കോസ് എന്നത് 4/5 തിരിച്ചിടുമ്പോൾ 5/4, ടാൻ എന്നത് 3/4 അത് തിരിച്ചിടുമ്പോൾ 4/3. ഇനി ഇത് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് നോക്കുക. ക്വാഡ്രൻറ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ASTC എന്ന് എഴുതിയിട്ട് നോക്കുക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എസ് എന്ന് കണ്ടാൽ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്. അപ്പോൾ സൈനും കൊസീക്കും പ്ലസ് എന്ന് കൊടുക്കുന്നു, ബാക്കിയുള്ളതെല്ലാം മൈനസ്. ഇതിന് 3 മാർക്ക്. അടുത്ത ചോദ്യം എക്സ്പാൻഡ് 1 - 2x⁵5. ഇതിന് 3 മാർക്ക്. ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്പാൻഡ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. 1⁵. ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പാസ്കൽ ട്രയാങ്കിൾ. ഇവിടെ 5 എന്ന് വന്നിരിക്കുന്നുണ്ട്. 6 ടേംസ് ഉണ്ടായിരിക്കും എന്നറിയുക. 1 1 1 1 2 1 1, ഇത് രണ്ടുകൂടെ കൂട്ടി 3, ഇത് രണ്ടുകൂടെ കൂട്ടി 3, പിന്നീട് 1 1 4, അതായത് 1ഉം 3ഉം കൂടെ കൂട്ടി 4, 3 + 3 6, 3 + 1 4, പിന്നീട് 1. നമ്മൾ നിർത്തേണ്ടത് 1 5 10 10 5 1ലാണ്. ഇതിന് കാരണം ഇവിടെ 5 എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് ഈ 5 എന്ന് വരുമ്പോൾ നിർത്തണം എന്ന് ഓർക്കുക. 1 5 10 10 5 1 എന്നത് കോയിഫിഷ്യൻറ്റുകളാണ്. അതായത് ആദ്യത്തെ നമ്പർ 5 പ്രാവശ്യം മൈനസ് ഈ 5 × 1⁴, ആദ്യത്തെ നമ്പർ 4 പ്രാവശ്യം, 2x 1 പ്രാവശ്യം, പ്ലസ് 10 × 1⁵3 2x⁵2 മൈനസ് 10 × 1 2 പ്രാവശ്യം, 2x 3 പ്രാവശ്യം, പ്ലസ് 5 × 1 1 പ്രാവശ്യം, 2x 4 പ്രാവശ്യം, മൈനസ് 2x⁵5. 1⁵5 എന്നാൽ 1 തന്നെ. ഇവിടെ 10x പ്ലസ് 4x² × 10 40x², ഇത് 8 എന്ന് വരും. 8x³ × 10 80x³. അടുത്തത് 2x⁴ എന്നത് 16x⁴ × 5 80x⁴ മൈനസ് 32x⁵5 ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം ഇഫ് 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ x/8 ഫാക്ടോറിയൽ ഫൈൻഡ് x. അടുത്തത് ഇഫ് NC6 NC5 ഫൈൻഡ് n. ഇതിന് 1 മാർക്ക്. ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കുക. 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ x/8 ഫാക്ടോറിയൽ തന്നിരിക്കുന്നു. ഡിനോമിനേറ്റർ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ 8 ഫാക്ടോറിയലാണ്. അപ്പോൾ 8 ഫാക്ടോറിയൽ ആക്കാനായിട്ട് 6 ഫാക്ടോറിയലിനെ 7ഉം 8ഉം കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ 8 ഫാക്ടോറിയൽ ആകും. അതേ 7ഉം 8ഉം കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7ഉം 8ഉം ന്യൂമറേറ്ററിൽ എഴുതുന്നു. പ്ലസ് 1/7 ഫാക്ടോറിയൽ ഇവിടെ 8 എന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 8/8 ഫാക്ടോറിയൽ = x/8 ഫാക്ടോറിയൽ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 1 പ്രാവശ്യം എഴുതി 8 ഫാക്ടോറിയൽ. ഇത് 7 × 8 56 പ്ലസ് 8 64. ഇപ്പുറത്ത് x/8 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോകുമ്പോൾ മിച്ചം 64 = x എന്ന് കിട്ടും ആൻസർ. രണ്ടാമത്തെ ചോദ്യത്തിൽ NC6 NC5 തന്നിരിക്കുന്നു. അപ്പോൾ n എന്നാൽ 6 + 5 11 ആണ് ആൻസർ. ഇതിൻ്റെ റീസൺ ഇതാണ്. NCx NCy ആണെങ്കിൽ ഒന്നെങ്കിൽ എക്സും വൈയും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ n എന്നാൽ എക്സും വൈയും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഏഴാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് sin² π/6 പ്ലസ് cos² π/3 മൈനസ് tan² π/4 = 1/2. 3 മാർക്കിൻ്റെ ചോദ്യം. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് π/6 എന്നാൽ 30 ആണെന്ന് മനസ്സിലാക്കുക. π/3 എന്നാൽ 60, π/4 എന്നാൽ 45. sin 30 എന്നാൽ 1/2 ആണ്. അപ്പോൾ 1/2² പ്ലസ് cos 16 1/2, 1/2² മൈനസ് tan 45 1, അപ്പോൾ 1². 1² എന്നത് 1, ഇത് 1/4, ഇവിടെയും 1/4 വരും. 1/4ഉം 1/4 ചേർന്ന് 1/2 മൈനസ് 1, 1/2 നിന്ന് 1 കുറയ്ക്കുമ്പോൾ -½ എന്ന് കിട്ടും ആൻസർ.
എട്ടാമത്തെ ചോദ്യം 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഷോ ദാറ്റ് ദ പോയിന്റ്സ് -2, 3, 5, 1, 2, 3 ആൻഡ് 7, 0, -1 ആർ കൊളീനിയർ. 3 പോയിന്റുകൾ തന്നിട്ട് കൊളീനിയർ ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് ആദ്യം എ ബി, പിന്നെ ബി സി, പിന്നെ എ സി കണ്ടുപിടിക്കുക. ഇതിൽ എ ബിയും ബി സിയും കൂടെ കൂട്ടുമ്പോൾ എ സി എന്ന് കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പോയിന്റുകൾ കൊളീനിയർ ആണ്. അതായത് ചെറിയ രണ്ട് മെഷേഴ്സ് കൂട്ടുമ്പോൾ വലിയ മെഷർ കിട്ടുകയാണെങ്കിൽ അവ കൊളീനിയർ ആയിരിക്കും. ഇവിടെ എ ബി കണ്ടുപിടിച്ചിരിക്കുന്നു. എ ബി എന്നത് 1 - -2 സ്ക്വയർ പ്ലസ് 2 - 3 സ്ക്വയർ പ്ലസ് 3 - 5 സ്ക്വയർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ √14 എന്ന് കിട്ടും. ബി സി ഇസ് ഈക്വൽ ടു 7 - 1 സ്ക്വയർ പ്ലസ് 0 - 2 സ്ക്വയർ പ്ലസ് -1 - 3 സ്ക്വയർ. ആൻസർ കിട്ടുന്നു 2√14. അതായത് √56 കിട്ടും. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 നമുക്ക് വെളിയിൽ എഴുതാം. അപ്പോൾ 2√14 എന്ന് കിട്ടും ബി സിയുടെ നീളം. എ സി എന്നത് 7 - -2 സ്ക്വയർ പ്ലസ് 0 - 3 സ്ക്വയർ പ്ലസ് -1 - 5 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നു √126, അതായത് 3√14. ഇവിടെ √14ഉം 2√14ഉം കൂടെ കൂട്ടുമ്പോൾ 3√14 ആണ് കിട്ടുന്നത്. അതായത് എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ആ 3 പോയിൻറ്സും കൊളീനിയർ ആണ്. 9ാമത്തെ ചോദ്യം മുതൽ 4 മാർക്കാണ്. ഈ ചോദ്യം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് 2 + 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 2n എന്നാൽ 2 × 2n - 1. ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനാണ്. ഒരു ചോദ്യം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് പി ഓഫ് n ഇസ് ഈക്വൽ ടു ആ തന്ന ചോദ്യം അതുപോലെ എഴുതി n-ന് 1 എന്ന് കൊടുക്കുന്നു. വെൻ n ഇസ് ഈക്വൽ ടു 1 അപ്പോൾ ആദ്യത്തെ ഒരു ടേം ആണ് എഴുതേണ്ടത് 2. ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ അതുപോലെ 1 കൊടുക്കുക n-ന്. അപ്പോൾ 2 × 2⁻1 - 1 2 × 2 - 1 അതായത് 2 എന്ന് കിട്ടും. ഇത് രണ്ടും ഒരേ ആൻസർ ആയതുകൊണ്ട് n ഇസ് ഈക്വൽ ടു 1 ഈസ് ട്രൂ. അടുത്തത് അസ്യൂം n ഇസ് ഈക്വൽ ടു k ഈസ് ട്രൂ. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് k കൊടുത്ത് എഴുതുമ്പോൾ പി ഓഫ് k ഇസ് ഈക്വൽ ടു 2 + 2 സ്ക്വയർ പ്ലസ് 2�3 പ്ലസ് എക്സെട്ര 2k ഇസ് ഈക്വൽ ടു 2 × 2k - 1. അടുത്ത സ്റ്റെപ്പ് k എന്നതിന് ശരിയായതുകൊണ്ട് വെൻ n ഇസ് ഈക്വൽ ടു k + 1 തൊട്ടടുത്ത നമ്പറായ k + 1 എടുക്കുന്നു. അപ്പോൾ 2 + 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 2k എന്ന് എഴുതിയിട്ട് 2k + 1. 2 തൊട്ട് 2k വരെ കൂട്ടിയാൽ ഇതാണ് ആൻസർ. 2 × 2k - 1 പ്ലസ് ഈ 2k + 1. ഈ 2 അകത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ 2 × 2k -2 എന്ന് വരും. ഇവിടെ പ്ലസ് 2k + 1. ഇത് രണ്ടും കൂടെ ചേർത്ത് 2:1ഉം 2kയും കൂടെ ചേർത്ത് 2k + 1 എഴുതാം. ഇത് 2 2k + 1 ഉണ്ട്. അപ്പോൾ 2 × 2k + 1 -2. ഇത് രണ്ടിൽ നിന്നും 2 കോമൺ എടുത്തു കഴിയുമ്പോൾ 2 × 2k + 1 - 1 എന്ന് വരും. ഇപ്പോൾ n ഇസ് ഈക്വൽ ടു k + 1ഉം ട്രൂ ആയി. അതായത് n കൊടുത്തപ്പോൾ കിട്ടിയ ആൻസർ 2 × 2n - 1 ആണ്. അപ്പോൾ k + 1 കൊടുത്താൽ 2 × 2k + 1 - 1 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം n ഇസ് ഈക്വൽ ടു k + 1 ഈസ് ട്രൂ. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. രണ്ടാമത്തെ ചോദ്യം ഇൻസേർട്ട് 5 numbers between 8 and 26 such that the resulting sequence is AP. ഇത് 2 മാർക്ക്. The 5th, 8th and 11th terms of GP are PQS respectively. Show that Q² is equal to PS. ഇതിനും 2 മാർക്ക്. ഇതിൽ ആദ്യത്തെ ചോദ്യം ചെയ്യാൻ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. തന്നിരിക്കുന്ന നമ്പേഴ്സ് 8, 26. ഇതിനെ A, B എന്ന് വിളിച്ചു. ഇതിനിടയ്ക്കുള്ള 5 നമ്പേഴ്സ് കാണണം. പക്ഷേ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലായിരിക്കുകയും വേണം. ഇതിന് ഡിഫറൻസ് കാണുന്നത് ഇങ്ങനെയാണ്. B - A/n + 1. B എന്നത് 26, A എന്നത് 8. ഇത് കുറച്ച് കഴിയുമ്പോൾ 18 എന്ന് വരും. ബൈ എത്ര നമ്പറാണോ വേണ്ടത് അതിനേക്കാൾ ഒന്നുകൂടെ കൂടുതൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും ഡിഫറൻസ്. 3 വെച്ച് ഇത് കൂട്ടി എഴുതുമ്പോൾ ആൻസറായി 8, 11, 14, 17, 20, 23, 26. ഇതാണ് 5 നമ്പേഴ്സ്. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ 5th ടേം തന്നിരിക്കുന്നു P, അതായത് AR⁴ ആണ് P. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. 8th ടേം എന്നാൽ AR⁷, അതിനെ Q എന്ന് വിളിച്ചിരിക്കുന്നു, ഇക്വേഷൻ 2. 11th ടേം AR⁻10 എന്ന് എഴുതാം, അത് S, മൂന്നാമത്തെ ഇക്വേഷൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് Q² = PS എന്നാണ്. അതായത് Q എന്ന് തന്നിരിക്കുന്ന AR⁷, അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ Q² = AR⁷² ഹോൾ സ്ക്വയർ. എയുടെ സ്ക്വയർ A², R⁴
14. സ്ക്വയർ എന്നത് നമുക്ക് കിട്ടി എ സ്ക്വയർ ആർ റേസ് ടു 14. ഇതിനെ ഇക്വേഷൻ എ എന്ന് വിളിച്ചു. അടുത്തത് പി എസ് കണ്ടുപിടിക്കണം. അതിന് പി എന്നത് എ ആർ റേസ് ടു 4 ഇൻറ്റു എസ് എന്നത് എ ആർ റേസ് ടു 10. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു 14 എന്ന് കിട്ടും. ഇപ്പോൾ എ എന്ന ഇക്വേഷനും ബി എന്ന ഇക്വേഷനും സെയിം ആയി. അതിൻ്റെ അർത്ഥം ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എസ്. 11ാമത്തെ ചോദ്യം കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ ഇസഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ റേസ് ടു 4. റൈറ്റ് ഇസഡ് ഇൻ ദ ഫോം എ പ്ലസ് ഐ ബി. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 1 പ്ലസ് ഐ അതുപോലെ എഴുതി. ഐ സ്ക്വയർ എന്നാൽ -1 ആണ്. ഐ റേസ് ടു 4 എന്നാൽ 1. ഇവിടെ -1ഉം 1ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. മിച്ചമുള്ളത് ഐയും 1ഉമാണ്. അപ്പോൾ 1 പ്ലസ് ഐ ആണ് ഇസഡ്. ഇപ്പോൾ എ പ്ലസ് ഐ ബി ഫോമിലായി. പോളാർ ഫോം കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പോളാർ ഫോം എന്നത് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അതായത് ആർ കോസ് തീറ്റ എന്നത് 1ന് തുല്യം. അതുപോലെ ആർ സൈൻ തീറ്റ എന്നത് ഇമാജിനറി പാർട്ടാണ്. അതും ഐയുടെ കൂടെയുള്ള 1ന് തുല്യം. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കിട്ടി. സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ തീറ്റ, അതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ, ആർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മിച്ചം ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. തീറ്റ എന്നത് ഇവിടെ 45 ഡിഗ്രി ആകുമ്പോഴാണ് 1 എന്ന് കിട്ടുന്നത്. അതായത് π/4. ഈ കിട്ടിയതിനെ ആർഗ്യുമെൻ്റ് എന്നും പറയാറുണ്ട്. അടുത്തത് ആർ കണ്ടുപിടിക്കണം. ആർ എന്നാൽ മോഡുലസ് ഇസഡ്, അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എയും ബിയും 1 വീതമാണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 2 എന്ന് കിട്ടും ആർ. പോളാർ ഫോം എന്നത് ആർ എന്നതിൻ്റെ സ്ഥാനത്ത് √2 എന്നും തീറ്റ എന്നിടത്ത് π/4 എന്ന് ഇട്ട് കഴിയുമ്പോൾ √2 കോസ് π/4 പ്ലസ് ഐ സൈൻ π/4 ആണ് പോളാർ ഫോം. 12ാമത്തെ ചോദ്യം സോൾവ് ദ ഫോളോവിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വേഷൻസ് ഗ്രാഫിക്കലി. 4 മാർക്കിൻ്റെ ചോദ്യം. ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വരുന്നതാണ്. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, 2x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇങ്ങനെ തരുമ്പോൾ ഇത് രണ്ടും നമുക്ക് വരയ്ക്കാനുള്ളതല്ല, ഫസ്റ്റ് ക്വാഡ്രൻ്റെ ഷെയ്ഡ് ചെയ്യാവൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നീട് 2 ലൈൻസാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്ന് എഴുതണം. അതുപോലെ അടുത്തത് 2x പ്ലസ് y ഈക്വൽ ടു 8. ഇവിടെ നിന്ന് എക്സിന് 0 കൊടുത്തു കഴിയുമ്പോൾ y ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ ഒരു കോർഡിനേറ്റ് ആണ് 0, 4. അതുപോലെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ 8, 0 രണ്ടാമത്തെ പോയിന്റ്. 2x പ്ലസ് y ഇസ് ഈക്വൽ ടു 8. ഇതിലെ 2 പോയിന്റുകൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 8, 0, 8ഉം വൈക്ക് 0 കൊടുക്കുമ്പോൾ 2x ഇസ് ഈക്വൽ ടു 8, അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നും കിട്ടും. ഇതുപയോഗിച്ച് ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം എക്സ് വൈ ആക്സിസുകൾ വരയ്ക്കുന്നു. അതിനുശേഷം 1, 2, 3 എന്ന് റൈറ്റ് സൈഡിലോട്ടും 1, 2, 3, 4 എന്ന് മുകളിലോട്ടും മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ ലൈനിലെ പോയിന്റുകളാണ് 0, 4ഉം 8, 0യും. 0യിൽ നിന്ന് 4 പൊക്കം, അതാണ് 0, 4. 8, 0 എന്നാൽ 8 വരെ മുന്നോട്ട് വന്ന് 0 പൊക്കം, അത് ജോയിൻ ചെയ്ത് ലൈൻ നീട്ടി വരയ്ക്കുന്നു. ലെസ് ദാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അവിടെ, അതുകൊണ്ട് താഴോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ്റെ പോയിന്റുകൾ 0, 8ഉം 4, 0യും അത് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു. അവിടെയും താഴോട്ട്, അതായത് ലെസ് ദാൻ കിടക്കുന്നതുകൊണ്ട് താഴോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. കോമൺ ആയിട്ടുള്ള സ്ഥലം ഇത്രയും. ഇതാണ് ഫീസിബിൾ റീജിയൻ അഥവാ ആൻസർ ഉള്ള സ്ഥലം. 13ാമത്തെ ചോദ്യം ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി ഫോക്കസ് ആക്സിസ് ഓഫ് പരാബോള, ദ ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 12x. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 12x എന്നതിൻ്റെ ഗ്രാഫ് ഈ രീതിയിലാണ്, റൈറ്റ് സൈഡിലോട്ട് വരയ്ക്കണം. കാരണം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇവിടെ എക്സ് എന്ന് വന്നാൽ എക്സ് ആക്സിനെ നോക്കിയ ഒരു ആർക്ക്. ഇനി 4a എന്നത് 12ന് തുല്യം, അപ്പോൾ a ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഫോക്കസ് എന്നത് എക്സ് ആക്സിലായതുകൊണ്ട് a0, അപ്പോൾ ഇവിടെ n3 കിട്ടിയതുകൊണ്ട് 3, 0. ആക്സിസ് ഓഫ് പരാബോള എക്സ് ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു 0 അഥവാ എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്നത് 4aക്ക് തുല്യം. ഇവിടെ a 3 ആയതുകൊണ്ട് 4 × 3 12 ആണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. 4ാമത്തെ ചോദ്യം പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഇഫ് a and b are two events such that p of a is equal to 0.5, p of b is equal to 0.6, p of a intersection b p of 0.3, find p of a union b, second p of a minus b. അതിനുശേഷം 2 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. എ കോയിൻ ടോസ്ഡ് ആൻഡ് എ ഡൈ ഈസ് ത്രോൺ. ഒരു കോയിനും ടോസ് ചെയ്യുന്നു, ഒരു ഡൈസും ത്രോ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാനാണ്. ആദ്യത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു പി ഓഫ് എ 0.5, പി ഓഫ് ബി 0.6, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.3, പി ഓഫ് എ യൂണിയൻ ബി കാണാൻ
പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 1.1 മൈനസ് 0.3 എന്ന് കിട്ടും ആൻസർ. അടുത്തത് പി ഓഫ് എ മൈനസ് ബി. പി ഓഫ് എ മൈനസ് ബി എന്നാൽ പി ഓഫ് എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുന്നതാണ്. 0.5 മൈനസ് 0.3 ആൻസർ 0.2. ഇത് സാമ്പിൾ സ്പേസ് എഴുതാനാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, അതിനുശേഷം ഡൈസ് ത്രോ ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും ടെയിലും കിട്ടാം. ആദ്യം ഹെഡ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഡൈസിൽ വരാവുന്നത് 1 മുതൽ 6 വരെ. അപ്പോൾ H1, H2, H3, H4, H5, H6. ടെയിൽ കിട്ടിയാൽ അതിൻ്റെ കൂടെയും 1 മുതൽ 6 വരെ വരാം. അതായത് T1, T2, T3, T4, T5, T6. ഇങ്ങനെയാണ് സാമ്പിൾ സ്പേസ് എഴുതുന്നത്. 15ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ് 8, 88, 888 എക്സെട്ര. ഇതിന് 2 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ -2, 3 ആൻഡ് റേഡിയസ് 4. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കുക. തന്ന ചോദ്യത്തെ SN എന്ന് എഴുതിയിരിക്കുന്നു. അതിനുശേഷം 8 വെളിയിലെടുത്ത് 1 + 11 + 111 + എക്സെട്ര n ടേംസ്. അടുത്ത സ്റ്റെപ്പിൽ ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9, 99, 999 + എക്സെട്ര n ടേംസ്. 9 എന്നതിനെ 10 - 1 എന്ന് എഴുതാം. 99 എന്നതിനെ 100 - 1, 999 എന്നതിനെ 1000 - 1 + എക്സെട്ര n ടേംസ്. 10ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഒരുമിച്ച് എഴുതുമ്പോൾ 8/9 × 10 + 100 + 1000 + എക്സെട്ര n ടേംസ്. മൈനസ് ഒന്നുകളെല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാൽ n ഒന്നുകളുള്ളതുകൊണ്ട് n. ഇത് ജോമെട്രി പ്രോഗ്രഷനിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ SN = a × r⁻n - 1/r-1 ആണ്. എയുടെ സ്ഥാനത്ത് 10 എന്നും, അതായത് ഫസ്റ്റ് നമ്പർ 10. r എന്നത് 10 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതും ഇട്ട് കഴിയുമ്പോൾ 10 × 10⁻n - 1/10 - 1. ഇതിനെ വേണമെങ്കിൽ 9 എന്ന് എഴുതാം. -n. ഇതാണ് സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ് 8 + 88 + എക്സെട്ര n ടേംസ്. അടുത്ത ചോദ്യം കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെ സർക്കിൾ എന്ന ഭാഗത്തുള്ളത് സെൻറ്ററും റേഡിയസും എന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യം. സർക്കിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: x - h² + y - k² = r². ഇവിടെ h, k എന്നത് സെൻറ്ററാണ്. അതായത് -2, 3 എന്ന് തന്നിരിക്കുന്നു സെൻറ്റർ, എച്ചും കെയും. റേഡിയസ് 4 ആണ്. ഇത് ഇക്വേഷനിലോട്ട് ഇടുമ്പോൾ x - -2² + y - 3² = 4². ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നു x² + y² + 4x - 6y - 3 = 0. 16ാമത്തെ ചോദ്യം റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് √2 ഈസ് ഇറാഷണൽ. 1 മാർക്ക്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ചോദ്യം വെരിഫൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ √3 ഈസ് ഇറാഷണൽ. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. ആ തന്നിരിക്കുന്ന ചോദ്യം അതുപോലെ എഴുതി ഫ്രണ്ടിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് മാത്രം ചേർക്കുന്നു. അടുത്ത് വെരിഫൈ ചെയ്യാനാണ്. അതിന് 3 മാർക്കാണ്. കോൺട്രഡിക്ഷൻ മെത്തേഡ് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്: അസ്യൂം √3 ഈസ് റാഷണൽ. റാഷണൽ ആണെങ്കിൽ അതിനെ p/q ഫോമിൽ എഴുതാം. അപ്പോൾ √3 = p/q. സ്ക്വയർ ചെയ്യുമ്പോൾ p²/q² റൂട്ട് പോയിട്ട് 3 എന്ന് കിട്ടും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ p² = 3q². ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം p² is a multiple of 3, therefore p is a multiple of 3. p എന്നത് 3m എന്നെടുത്താൽ ഇതിനെ ഒന്നുകൂടെ സ്ക്വയർ ചെയ്യുമ്പോൾ p² = 3m². p² എന്നാൽ നേരത്തെ പറഞ്ഞു 3q². p²ൻ്റെ സ്ഥാനത്ത് 3q² എന്ന് കൊടുത്താൽ 3q² = 9m². q² 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3m² എന്ന് വരും. q² is a multiple of 3, therefore q is a multiple of 3. ആദ്യം പറഞ്ഞു p എന്നത് മൾട്ടിപ്പിൾ ഓഫ് 3, ഇപ്പോൾ കിട്ടി q എന്നതും മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് p ആൻഡ് q ഹാവ് കോമൺ ഫാക്ടർ 3. അതായത് നമ്മൾ അസ്യൂം ചെയ്ത കാര്യത്തിൻ്റെ കോൺട്രഡിക്ഷനാണിത്. ഇറ്റ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ, therefore √3 ഈസ് ഇറാഷണൽ. 17ാമത്തെ ചോദ്യം മുതൽ 6 മാർക്കാണ്. ഏതെങ്കിലും 3 ചോദ്യങ്ങൾ എഴുതിയാൽ മതി 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ. 17ാമത്തെ ചോദ്യം നോക്കുക. ഫൈൻഡ് ലിമിറ്റ് x ടെൻസ് ടു 0 f of x വെയർ f of x 2 ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നു. 2x + 3x <= 0, 3 × x + 1 x is greater than 0. രണ്ടാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x + cos x / tan x. ഇത് കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാനാണ്. 3 മാർക്ക്. ഇതിൽ ആദ്യം തന്നിരിക്കുന്ന ചോദ്യം ലിമിറ്റ് x ടെൻസ് ടു 0 കാണാനാണ്. പക്ഷേ നമ്മൾ എഴുതേണ്ടത് ലിമിറ്റ് x ടെൻസ് ടു 0 - f of x എന്നും ലിമിറ്റ് x ടെൻസ് ടു 0 + f of x എന്നും എഴുതണം. 0 എന്നാൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വില 0ൽ കുറവാകുമ്പോൾ ഫംഗ്ഷൻ 2x + 3. അവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 3 എന്ന് തന്നെ കിട്ടും.
അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0 പ്ലസ് എന്നാൽ പൂജ്യത്തേക്കാൾ കൂടുതലാകുമ്പോൾ ഫംഗ്ഷൻ 3 ഇൻറ്റു എക്സ് പ്ലസ് 1. 3 ഇൻറ്റു എക്സ് പ്ലസ് 1. എക്സിന് 0 കൊടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. അതായത് രണ്ടും ഒരേ ആൻസർ കിട്ടി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ദെയർഫോർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്നത് 3ക്ക് തുല്യം. അടുത്ത ചോദ്യം കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ്. എക്സ് പ്ലസ് കോസ് എക്സ് ബൈ ടാൻ എക്സ്. ഏത് ചോദ്യം തന്നാലും നമ്മൾ അതിനെ വൈ ഇസ് ഈക്വൽ ടു എന്ന് വിളിക്കണം. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് കോസ് എക്സ് ബൈ ടാൻ എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി വൈ ബൈ ഡി എക്സ്. അതായത് കോഷ്യൻ്റ് റൂൾ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിലുള്ളത് എക്സ് പ്ലസ് കോസ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എക്സ്. ടാൻ എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെത് 1ഉം കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സും ആണ്. മൈനസ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ താഴത്തെ അതുപോലെ എഴുതി ടാൻ സ്ക്വയർ എക്സ്. 18ാമത്തെ ചോദ്യം ഫൈൻഡ് ആർ ഇഫ് 5PR ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 6PR മൈനസ് 1. ഇതിൽ രണ്ടാമതൊരു സബ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മൺഡേ. Assume that no letter is repeated if 4 letters are used at a time, all letters are used at a time, all letters are used but first letter is a vowel. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കുക. ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 5PR is equal to 2 into 6PR minus 1. 5PR എന്നാൽ 5 factorial by 5 minus R factorial എന്ന് എഴുതാം. is equal to 2 into 6PR minus 1 എന്നതിനെ 6 factorial by 6 minus R minus 1. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രീതിയിലുള്ള ബ്രാക്കറ്റ് ഇടാൻ, അത്രയും ഫാക്ടോറിയൽ. ഈ 6 മൈനസ് അകത്തേക്ക് കയറുമ്പോൾ 6 മൈനസ് ആർ മൈനസ് എന്നുള്ളത് +1 എന്ന് വരും. അപ്പോൾ 6 + 1 7 മൈനസ് ആർ ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്നതിനെ 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഈ 5 ഫാക്ടോറിയലും ഇവിടെയുള്ള 5 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 1/5 മൈനസ് ആർ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 7 മൈനസ് ആർ ഫാക്ടോറിയൽ എന്നതിനെ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. 5 മൈനസ് ആർ ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കളയുമ്പോൾ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഇസ് ഈക്വൽ ടു 12. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 42 മൈനസ് 7R മൈനസ് 6R പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12. ഇവിടെ ആർ സ്ക്വയർ എഴുതി. ഇത് രണ്ടുകൂടെ മൈനസ് 13R പ്ലസ് 42 മൈനസ് 12 എന്നത് 30. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കിട്ടി. ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ R മൈനസ് 10 ഇൻറ്റു R മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അവിടുന്ന് R മൈനസ് 10 എന്നത് 0 കൊടുക്കുമ്പോൾ R ഇസ് ഈക്വൽ ടു 10 എന്നും R മൈനസ് 3 0 കൊടുക്കുമ്പോൾ R ഇസ് ഈക്വൽ ടു 3 എന്നും കിട്ടും. നമുക്ക് 5PR അല്ലെങ്കിൽ 6PR മൈനസ് 1 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 10 ഒരിക്കലും R എന്ന സ്ഥാനത്ത് വരത്തില്ല. അതായത് 6നേക്കാൾ കുറവുള്ള ഒരു നമ്പറേ ഈ ചോദ്യത്തിൽ വരികയുള്ളൂ. അപ്പോൾ R ഇസ് ഈക്വൽ ടു 3. അപ്പോൾ R ഇസ് ഈക്വൽ ടു 3 ആണ് പോസിബിൾ. ഇതിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ മൺഡേ എന്ന വാക്കിൽ നിന്ന് എത്ര ലെറ്റേഴ്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിരിക്കുന്നു. 4 ലെറ്റേഴ്സ് യൂസ് ചെയ്താണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് ഫോംഡ് ഇസ് ഈക്വൽ ടു 6P4. കാരണം 6 ലെറ്റേഴ്സ് ഉണ്ട് ഇത് മുഴുവൻ. അതിൽ നിന്ന് 4 എണ്ണം ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ 6P4. 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 4 ഫാക്ടോറിയൽ ആൻസർ കിട്ടുന്നു 360. അടുത്ത ചോദ്യത്തിൽ ഓൾ ലെറ്റേഴ്സ് യൂസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്പർ ഓഫ് വേർഡ്സ് ഫോംഡ് ഇസ് ഈക്വൽ ടു 6P6. 6ൽ നിന്ന് 6 ഉപയോഗിക്കാം. അതിനെ 6 ഫാക്ടോറിയൽ എന്ന് പറയാം. 6 ഫാക്ടോറിയൽ എന്നാൽ 6, 5, 4, 3, 2, 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 720 എന്ന് കിട്ടും. അടുത്തത് ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ബട്ട് ഫസ്റ്റ് ലെറ്റർ ഈസ് എ വവ്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെറ്റർ ആകെ ഇതിൽ 2 വവ്വൽസ് ആണുള്ളത്, എയും ഒയും. അപ്പോൾ അതിൽ ഒരെണ്ണം 2P1 ഇൻറ്റു മിച്ചമുള്ള 5 ലെറ്റേഴ്സ് ഏത് വേണമെങ്കിലും മാറി മാറി വരാം. അപ്പോൾ 2 ഇൻറ്റു 120. 5P5 എന്നാൽ 120 ആണ്. 120 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 240 എന്ന് കിട്ടും ആൻസർ. 19ാമത്തെ ചോദ്യം സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് 3x മൈനസ് 4y പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0 ആൻഡ് 3x മൈനസ് 4y പ്ലസ് 7 ഇസ് ഈക്വൽ ടു 0. ഇതിന് 2 മാർക്ക്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a എന്നത് 3ഉം b എന്നത് 4ഉമാണ്. അപ്പോൾ 2 ബൈ റൂട്ട് ഓഫ് 25 2 ബൈ 5 എന്ന് കിട്ടും ആൻസർ. രണ്ടാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ -4 3 ആൻഡ് സ്ലോപ്പ് 1/2. ഒരു പോയിന്റും സ്ലോപ്പും തന്നിരിക്കുന്നതുകൊണ്ട് ഇക്വേഷൻ
y മൈനസ് y1 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. അതായത് y1 എന്നത് 3ഉം x1 എന്നത് -4ഉമാണ്. അപ്പോൾ y മൈനസ് 3 ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് മൈനസ് -4. ഇവിടെ നിന്ന് 2 ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y മൈനസ് 6 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. ഇത് രണ്ടും കൂടെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ എക്സ് മൈനസ് 2y പ്ലസ് 6 പ്ലസ് 4 ആഡ് ചെയ്യുമ്പോൾ 10. അതായത് എക്സ് മൈനസ് 2y പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ. അടുത്ത ചോദ്യത്തിൽ ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ട് ഇൻ്റർസെപ്റ്റ് ഫോം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 6നെ അപ്പുറത്ത് കൊണ്ടുപോയി -6 എന്ന് എഴുതി അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇൻ്റർസെപ്റ്റ് ഫോം എന്നാൽ റൈറ്റ് സൈഡിൽ 1 വരുത്തണം. അപ്പോൾ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2x ബൈ -6 മൈനസ് 3y ബൈ -6 ഇസ് ഈക്വൽ ടു -6 ബൈ -6. ഇവിടെ 1 എന്ന് വന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ താഴെ 2 എന്നാവും. ഇത് രണ്ടും കൂടെ ചേർന്ന് പ്ലസ് ഇവിടെ x ബൈ -3 എന്ന് കിട്ടും. അപ്പോൾ x ബൈ -3 പ്ലസ് y ബൈ 2 ഇസ് ഈക്വൽ ടു 1 ആണ് ഇൻ്റർസെപ്റ്റ് ഫോം. എക്സ് ഇൻ്റർസെപ്റ്റ് -3ഉം y ഇൻ്റർസെപ്റ്റ് 2ഉം ആണ്. 20ാമത്തെ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഫൈൻഡ് മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദി ഡേറ്റ എന്നിട്ട് ഇവിടെ ഒരു ടേബിൾ തന്നിരിക്കുന്നു. വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ അറിയണം. സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ എഫ് ഐ ആണ്. അപ്പോൾ കോളം ഇങ്ങനെ വരും. ആദ്യം എക്സ് ഐ എഫ് ഐ തന്നിരിക്കുന്ന 2 കോളങ്ങൾ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഐ എക്സ് ഐ എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഐ ഇൻറ്റു എക്സ് ഐ, അതായത് 6 ഇൻറ്റു 2 12, 10 ഇൻറ്റു 4 40, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണിത്. അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 760. ഇതിനെ എൻ അല്ലെങ്കിൽ സിഗ്മ എഫ് ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മീൻ കണ്ടുപിടിക്കാം. നോക്കുക, മീൻ ഇസ് ഈക്വൽ ടു എക്സ് ബാർ. അപ്പോൾ 760 ബൈ 40 19 എന്ന് കിട്ടും. ഈ കിട്ടിയ 19 എന്ന വില എല്ലാ എക്സ് ഐയിൽ നിന്നും കുറയ്ക്കുന്നു. അതാണ് അടുത്ത കോളം എക്സ് ഐ മൈനസ് എക്സ് ബാർ. എക്സ് ഐ എന്നത് 6, 19 കുറയ്ക്കുമ്പോൾ -13, 10ൽ നിന്ന് 19 കുറയ്ക്കുമ്പോൾ -9, അങ്ങനെ കുറച്ച് എഴുതിയതാണ് ഇത്. ഇതിൻ്റെ സ്ക്വയർ ആണ് അടുത്ത കോളം എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. -13ൻ്റെ സ്ക്വയർ 169, -9ൻ്റെ സ്ക്വയർ 81, -5ൻ്റെ സ്ക്വയർ 25, അങ്ങനെ സ്ക്വയേഴ്സ് എഴുതിയിരിക്കുന്നു. ലാസ്റ്റ് കോളം എല്ലായ്പ്പോഴും ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. 169നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 338, 81 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 324, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1736 എന്ന് കിട്ടി. ഇതിനെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് വേരിയൻസ്. നോക്കുക, വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ എഫ് ഐ, അതായത് 1736 ബൈ 40 ഡിവൈഡ് ചെയ്യുമ്പോൾ 43.4 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നത് വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുന്നതാണ്. അപ്പോൾ റൂട്ട് 43.4, ആൻസർ 6.59 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്താതെ പോയതും എന്നാൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും കൂടിയുണ്ട്. ഇത് നോക്കി വെക്കുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ കാണാൻ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് അല്ലെ കോസ് എക്സ് അല്ലെ ടാൻ എക്സ്, ഇതിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, സപ്ലിമെൻ്ററി മെറ്റീരിയൽ കോംപ്ലക്സ് നമ്പർ എന്ന സെക്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. ഡി മോർഗൻസ് ലോ, സെറ്റ് എന്ന ചാപ്റ്ററിലുള്ള ഒരു ഭാഗമാണ് ഡി മോർഗൻസ് ലോ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, സ്റ്റാറ്റിക്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2, അതായത് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിലുള്ള 5 ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ഇതിൽ സാധിച്ചിട്ടില്ല. പ്രത്യേകം ഇതും കൂടെ നോക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് +1 ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു പ്രീ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു.